അൽ വഹദത്തു സാമിന മാഫിൽ മക്കാമിലി ദി അക്കലിം വദി അദബിൻ. ബുദ്ധിയുള്ളവനും സംസ്കാരമുള്ളവനും ഒരു സ്ഥിരമായൊരു ഇടമില്ല, സ്ഥിരമായി തങ്ങാനുള്ളൊരു ഇടമില്ല. അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ഇത് അൽ ഇമാമു ഷാഫി എഴുതിയ ഒരു കവിതയാണ്. മാഫിൽ മക്കാമിലി ദി അക്കലിം വദി അദബിൻ. സംസ്കാരമുള്ളവനും ബുദ്ധിയുള്ളവനും ഒരു സ്ഥിര ഇടമില്ല. മിൻ റാഹത്തിൻ, വിശ്രമിക്കാനുള്ളൊരു സ്ഥിരം സ്ഥലമില്ല. ഫദഇൽ ഔതാന വഖ്തരിബ്. അതുകൊണ്ട് നീ ദേശം, നിന്റെ നാട് ഉപേക്ഷിക്കുക, എന്നിട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. സാഫിർ, നീ യാത്ര ചെയ്യുക. തജിദ് ഇഅ്ളൻ അമ്മൻ തുഫാരിഖുഹു. യാത്ര കാരണം നീ ഉപേക്ഷിച്ചവരെ, അല്ലെങ്കിൽ നീ വിട്ടുപിരിഞ്ഞവർക്ക് പകരമായി മറ്റുള്ളവരെ നിനക്ക് കാണാൻ കഴിയുന്നതാണ്. നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ പിരിഞ്ഞു പോകും. എന്നാൽ നിന്റെ യാത്രയിൽ നിനക്ക് അവർക്ക് പകരമായിക്കൊണ്ട് മറ്റു പലരെയും കണ്ടുമുട്ടാൻ കഴിയും. വൻസബ്, നീ അധ്വാനിക്കുക. ഫഇന്ന ലദീദൽ ഐശി ഫിൻ നസബി. ജീവിതത്തിൻ്റെ മാധുര്യം, ജീവിതത്തിൻ്റെ ടേസ്റ്റ് അത് അധ്വാനത്തിലാണ്. അധ്വാനിക്കുന്നവർക്കാണ് ജീവിതത്തിൻ്റെ മാധുര്യം നുകരാൻ കഴിയുക. ഇന്നി റഅയ്തു വുഖൂഫൽ മാഇ യുഫ്സിദുഹു. ഞാൻ കണ്ടിട്ടുണ്ട്, വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് നശിച്ചു പോകും, അത് കേടായി പോകും. ഇന്നി റഅയ്തു, ഞാൻ കണ്ടു, വുഖൂഫൽ മായി, വെള്ളത്തിൻ്റെ നിൽക്കൽ, വെള്ളം കെട്ടി നിൽക്കൽ, യുഫ്സിദുഹു, അത് ആ വെള്ളത്തെ നശിപ്പിച്ചു കളയുന്നു, മലിനമാക്കുന്നു. ഇൻസാഹ, ഇനി വെള്ളം സഞ്ചരിക്കുകയാണെങ്കിൽ ത്വാബ, അത് നന്നാകും. വ ഇല്ലം യജ്രി, അത് സഞ്ചരിക്കുന്നില്ല എങ്കിൽ, ഒഴുകുന്നില്ല എങ്കിൽ, ലം യത്തിബ്, അത് നന്നാവുകയില്ല. ഒഴുകാതെ കെട്ടിക്കിടക്കുകയാണ് എങ്കിൽ വെള്ളം നന്നാവുകയില്ല. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് നല്ലത്. അപ്പോൾ നമ്മൾ നന്നാവാൻ നമ്മൾ എന്ത് ചെയ്യണം? സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ഒരിടത്ത് തന്നെ കെട്ടി നിൽക്കുകയാണെങ്കിൽ വെള്ളം പോലെയാകും, കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകും നമ്മളും. വൽ അസദു, സിംഹം, ലൗലാ ഫിറാഖുൽ അർളി മഫ്തറസത്, അത് തൻ്റെ മടയിൽ നിന്നും പിരിഞ്ഞു പോയില്ല എങ്കിൽ അതിന് വേട്ടയാടാൻ കഴിയുമായിരുന്നില്ല. സിംഹം തൻ്റെ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയില്ല എങ്കിൽ അതിന് വേട്ടയാടാൻ കഴിയുമായിരുന്നില്ല. അതേപോലെ വസ്സഹ്മു, അമ്പ്, ലൗലാ ഫിറാഖുൽ കൗസി, അത് വില്ലിൽ നിന്നും വേർപിരിഞ്ഞില്ല എങ്കിൽ ലം യുസിബ്, അതിന് തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമായിരുന്നില്ല. തൻ്റെ ശത്രുവിനെ മുറിവേൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അമ്പിന്. അമ്പ് വില്ലിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, വില്ലിൽ നിന്നും പിരിഞ്ഞാൽ മാത്രമേ കഴിയൂ. വശംസു ലൗ വഖഫത് ഫിൽ ഫുൽകി ദായിമതൻ, സൂര്യൻ എപ്പോഴും അതിൻ്റെ ആ ഫുൽക്കിൽ, അതിൻ്റെ ആ പഥത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ലമല്ലഹന്നാസു മിൻ ഉജ്മിൻ വമിൻ അറബിൻ, അറബികളായാലും അനറബികളായാലും ജനങ്ങൾക്ക് സൂര്യനെ മടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും വേണം. എപ്പോഴും ഉദിച്ചു തന്നെ നിൽക്കുകയാണെങ്കിൽ അത് മടുക്കും, എപ്പോഴും അസ്തമിച്ച് തന്നെ നിൽക്കുകയാണെങ്കിലോ അതും മടുക്കും. അപ്പോൾ സൂര്യൻ്റെ ഉദയവും അസ്തമയവും ഉണ്ടാകണം. അതേപോലെ വത്തിബുറു കത്തുർബി, സ്വർണം കത്തുർബി, മണ്ണ് പോലെയാണ്. മുൽക്കൻ ഫി അമാക്കിനിഹി, അതിൻ്റെ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ. സ്വർണം മണ്ണിനടിയിൽ തന്നെ നിൽക്കുകയാണ്, അതാരും കുഴിച്ചെടുക്കുന്നില്ല എങ്കിൽ അതിന് ഒരു വിലയുമില്ല, അത് മണ്ണിൻ്റെ വില തന്നെ അതിനുള്ളൂ. വൽ ഊദു ഫി അർളിഹി, അതേപോലെ തന്നെ ഊദ്, അത് അതിൻ്റെ ഭൂമിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നൗഉ മിനൽ ഹതബി, അത് വെറും വിറക് മാത്രമാണ്. എന്നാൽ ഫഇൻ തഗറബ ഹാദാ അസ്സമ തലബുഹു, ഇത് അവിടെ നിന്നും പുറത്തേക്ക് വന്നാൽ, ഭൂമിയിൽ നിന്നും ഈ സ്വർണവും ഊദുമൊക്കെ അതിൻ്റെ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് വന്നാൽ, വഇൻ തഗറബ ദാക അസ്സ കദ്ദഹബി, ഈ ആദ്യത്തെ വരിയിൽ പറയുന്നത് സ്വർണം പുറത്തേക്ക് വന്നാൽ സ്വർണത്തിന് വില ഉള്ളതാകും. അതേപോലെ രണ്ടാമത്തെ വരിയിൽ വൈൻ താറബദാക്ക അസ കദാബി, സ്വർണം പോലെ വില ഉള്ളതാകും. ഇത് ഊത് അതിൻ്റെ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് വന്നാൽ, അത് സ്വർണവും ഊതുമൊക്കെ വിപണിയിൽ എത്തിയാൽ മാത്രമേ അതിന് മൂല്യമുള്ളൂ. അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിനൊരു വിലയുമില്ല. അതോ സ്വർണം വെറും മണ്ണിൻ്റെ വില മാത്രമേ ഉള്ളൂ, ഊതിന് വെറും കമ്പിൻ്റെ, വിറകിൻ്റെ വില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് മനുഷ്യൻ ഒരിടത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അവന് പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിയില്ല. അവനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ അവൻ്റെ ജ്ഞാനവും അവൻ്റെ എക്സ്പീരിയൻസും അവൻ്റെ അനുഭവവും എല്ലാം വർദ്ധിക്കുകയുള്ളൂ. ഇതാണ് ഇമാം ഷാഫിയുടെ കവിത. ഈ കവിതയുടെ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇന്ന അസ്ഹാബൽ അഖ്ലി, ബുദ്ധിയുള്ളവർ, വൽഇൽമി, വിവരമുള്ളവർ, ലൻ യജിദു അറാഹത്ത്, അവർ വിശ്രമം കണ്ടെത്തുകയില്ല,
ഫി ഇഖാമത്തിഹിം തൂല ഹയാത്തിഹിം ഫി മക്കാനിൻ വാഹിദിൻ, തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരിടത്ത് തന്നെ താമസിക്കുന്നത് കൊണ്ട് തങ്ങൾക്കൊരു സ്വസ്ഥത അവർക്ക് കിട്ടുകയില്ല. ഫലാ ബുദ്ദലഹും മിന സഫരി മിനൽ വത്നി ഇലാ അമാകിന ഉഖ്റ മിന ദുനിയ, ദുനിയാവിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളവരാണ് ബുദ്ധിയുള്ളവർ. വലാ ഹാജത ലിൽ ഹുസ്നി, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വൽ ഖലഖി, അസ്വസ്ഥതപ്പെടേണ്ടതില്ല. ഇന്ദ സഫരി, യാത്ര ചെയ്യുമ്പോൾ. ഫിൽ ഫിറാഖി അനിൽ അഹ്ലി വൽ അഖ്രിബായി, കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ പിരിയുന്നതിൽ വിഷമിക്കേണ്ടതില്ല. കാരണം ഫൈനക തജിദു, നിനക്ക് കണ്ടുമുട്ടാം, നിനക്ക് കണ്ടെത്താൻ കഴിയും. അസ്തിക തഅവീലൻ അൻ ഫിറാഖിക മിനൽ അഖ്രിബായി, കുടുംബക്കാരെ പിരിഞ്ഞതിന് പകരമായിക്കൊണ്ട് മറ്റുള്ള കൂട്ടുകാരെ കണ്ടെത്താൻ നിനക്ക് കഴിയും. അതുകൊണ്ട് പിരിയുമല്ലോ അവരെ എന്ന വിഷമം വേണ്ട. തഅവീലൻ മീൻസ് പകരമായിട്ട്. യസ്തദില്ലു, കവി യസ്തദില്ലു തെളിവ് പിടിക്കുന്നു, ബി ഉമൂരിൻ മുതനവ്യ, വിവിധ കാര്യങ്ങളാൽ. ലിമാ യഖൂലു മിൻ ഫളിലി സഫരി, അദ്ദേഹം താൻ പറയുന്ന യാത്രയുടെ മഹത്വത്തിന് തെളിവായിക്കൊണ്ട് മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഹൈസു യറ, അദ്ദേഹം കാണുന്നു, കവി കാണുന്നു, അന്ന റുക്കൂദൽ മാ, ഈ വെള്ളം നിലനിൽക്കൽ, വെള്ളം കെട്ടി നിൽക്കൽ, ഫി മൗരിദിഹി, അതിന്റെ ആ ഉത്ഭവ സ്ഥാനത്ത് തന്നെ കെട്ടി നിൽക്കൽ, യുഫ്സിദുഹു, ആ വെള്ളത്തെ മലിനമാക്കുന്നു. വയജഅലുഹു ഗൈറ സാലിഹിൻ ലിൽ ഇസ്തിമാലി, അതിനെ ഉപയോഗത്തിന് പറ്റാത്തതാക്കുന്നു ഒരിടത്ത് തന്നെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ. ഫജറിയാനുഹു, എന്നാൽ അതിന്റെ സഞ്ചാരം, അതിന്റെ ഒഴുക്ക്, ഫിൽ മജറയാത്തി, ഒഴുകുന്ന ഇടങ്ങളിൽ കൂടെ അതിന്റെ ഉള്ള ഒഴുക്കുണ്ടല്ലോ, വല്ല അൻഹാറു, എന്നിട്ട് അത് പുഴയായി മാറുന്നത്, യജഅലുഹു അക്സറ സഫാൻ വനക്കിയൻ, അപ്പോൾ അതിനെ ശുദ്ധവും തെളിഞ്ഞതുമാക്കുന്നു. കദാലിക്കൽ ഉസുദ്, സിംഹവും അതേപോലെ തന്നെ. ഇൻ ബഖിയൽ അസദ് ഫി അരീനിഹി, സിംഹം തന്റെ ഗുഹയിൽ തന്നെ കഴിയുകയാണെങ്കിൽ, വലം യഖ്റുജു മിൻഹു, അതിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല എങ്കിൽ, ഫയജൂഉ വയമൂത്തു, വിശന്ന് മരിച്ചു പോകും. ഫഖുറുജുഹു ഇല അൻഹാ ഇൽ ഗാബത്തി, കാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അതിന്റെ സഞ്ചാരം, ഹുവല്ലദി യജഅലുഹു യുഹാഫിദു അലാ ഹയാത്തിഹി, അതാണ് അതിന്റെ ജീവിതത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ അത് അവിടെ വിശന്ന് മരിച്ചു പോകും. വമിസല ദാലിക സഹമു, അതേപോലെ തന്നെയാണ് അമ്പും. ലൗലാ ഖുറുജുഹു മിൻ മക്കാനിഹി, അതിന്റെ ആ സ്ഥാനത്ത് നിന്നും, വില്ലിൽ നിന്നും പുറത്തിറങ്ങിയില്ല എങ്കിൽ, പുറത്തേക്ക് കുതിച്ചില്ല എങ്കിൽ, വഫിറാഖിഹി ലിൽ കൗസി, ആ വില്ലിനോട് വിട ചൊല്ലിയില്ല എങ്കിൽ, മാ അസാബൽ ഹദഫ, തന്റെ ലക്ഷ്യത്തിലെത്താൻ അതിന് കഴിയുമായിരുന്നില്ല. വയുഷീറു ഷായറു, കവി സൂചിപ്പിക്കുന്നു, ഇല അന്ന ശംസ, സൂര്യൻ, ഇൻ ബഖിയത്ത് ഫി മക്കാനിഹ ദൂന തനഖുലി ഇല മക്കാനിൻ ആഖർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല എങ്കിൽ, പോകാതെ നിൽക്കുകയാണ് എങ്കിൽ, ലകരിഹ ഹന്നാസു, ജനങ്ങൾ അതിനെ വെറുക്കും. അതായത് അസ്തമയവും ഉദയവും ഉണ്ടാവുന്നില്ല എങ്കിൽ ജനങ്ങൾ അതിനെ വെറുക്കും. വകദാലിക്കൽ അംറു ഫി ദഹബി, അതേപോലെ തന്നെയാണ് സ്വർണത്തിന്റെ കാര്യവും. ഇൻ ബഖിയ ദഹബ ഫി ജൗഫിൽ അർളി, ഭൂമിക്കടിയിൽ സ്വർണം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ, കാനക തുറാബി ലാ ഖീമത ലഹു, ഒരു വിലയുമില്ലാത്ത മണ്ണ് പോലെയാകും അത്. അമ്മാ ഇദാ ഉഖ്രിജ മിനൽ മആദിൻ, എന്നാൽ ഖനികളിൽ നിന്നും അവ പുറത്തു കൊണ്ടുവരപ്പെട്ടാലോ, ഫസ്വാറ ദഹബ് സമീനൻ, സ്വർണം വിലപിടിപ്പുള്ളതാകും. വ അഅവാദു തീബി, അതേപോലെ അല്ലത്തി ലഹ റായിഹത്തുൻ ത്വയ്യിബത്തുൻ, സുഗന്ധമുള്ള നല്ല സുഗന്ധമുള്ള ഊദ് കമ്പുകൾ, ഇദാ ബഖിയത് ഫി മക്കാനിഹ, അത് അതിന്റെ ആ സ്ഥാനത്ത് തന്നെ, അതിന്റെ മരത്തിന്റെ മേലോ അല്ലെങ്കിൽ മരത്തിൽ നിന്നും പൊട്ടി വീണ ഇടങ്ങളിലോ തന്നെ ആയാലോ, ഫതുഅതബറു അന്നഹ കൽ ഹതബി വൽ ഖശ്ബി, അത് വെറും മരത്തടിയോ അല്ലെങ്കിൽ വിറകോ ആയിക്കൊണ്ട് പരിഗണിക്കപ്പെടും, മറ്റൊരു കാര്യവും അതിനെ കൊണ്ടില്ല. എന്നാൽ അത് അവിടെ നിന്നും കൊണ്ടുവന്ന് അതിൽ നിന്നും അത്തറും മറ്റും ഉണ്ടാക്കിയാലോ, അത് വിലപിടിപ്പുള്ളതായി. വശാഇറു യുവല്ലിഹു, കവി വ്യക്തമാക്കുന്നു, അന്ന ഹാദിഹിൽ ലവാഹിറ, ഈ കാര്യങ്ങളൊക്കെ, കുല്ലുഹ തുഷീറു, ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നു, ഇല അന്ന ബഖാ അൽ ഇൻസാനി വ ഇഖാമതഹു ഫി മക്കാനിഹി, മനുഷ്യൻ തന്റെ സ്ഥലത്ത് തന്നെ നിലനിൽക്കൽ, ഒരു ഇടത്ത് തന്നെ നിൽക്കൽ, താമസിക്കൽ, ലൻ യംനഹു അറാഹത, അവന് മനുഷ്യൻ എന്ത് നൽകുകയില്ല? റാഹത്ത്, സ്വസ്ഥത നൽകുകയില്ല. വല ലദത, ആസ്വാദനം നൽകുകയില്ല. ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ. ബൽ അലൽ അക്സി, വിപരീതമായിട്ട് എന്ത് ചെയ്യണം? എന്ത് സംഭവിക്കും? യുഫ്സിദു ഹയാത്തഹു, അവന്റെ ജീവിതത്തെ മോശമാക്കുകയാണ് ചെയ്യുക, ഒരിടത്ത് തന്നെ തങ്ങി നിന്നാൽ. ലിദാലിക്, അതുകൊണ്ട് അലൽ ഇൻസാനി, മനുഷ്യന് നിർബന്ധമാണ്, അൻ യഗ്തരിബ, സഞ്ചരിക്കൽ, വയസ്അ ഫി അർളില്ലാഹിൽ വാസിയത്ത്, അള്ളാഹുവിന്റെ വിശാലമായ ഭൂമിയിൽ സഞ്ചരിക്കൽ അവൻ നിർബന്ധമാണ്. യസ്അ യഗ്തരിബ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കൽ. എന്നാൽ മാത്രമേ ജീവിതത്തിൽ ആസ്വാദനവും ഒക്കെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആരാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്? അൽ ഇമാം ഷാഫി. അദ്ദേഹം ആരാണ്? ഹുവ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. വലിദ് ബി ഗസ ഫി ഫിലസ്തീൻ,
ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിച്ചത് 150. തുവഫിയ വാലിദുഹു ഫി സിഗരിഹി, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു പോയി. വസാഫറത്ത് ഉമ്മുഹു ബിഹി ഇല മക്കത്തൽ മുക്കറമ, അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെയും കൊണ്ട് മക്കയിലേക്ക് പോയി. എപ്പോൾ ഫി സിന്നിഹി സാനിയ, 2 വയസ്സുള്ളപ്പോൾ, കുട്ടിക്ക് 2 വയസ്സ്, ഇമാം ഷാഫിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് മക്കയിലേക്ക് പോകുന്നത് ഉമ്മ. വഹഫൽ അൽ ഖുർആന ഫി സിന്നിഹി സാബിയത്തി, 7 വയസ്സായപ്പോൾ അദ്ദേഹം ഖുർആൻ മനഃപ്പാടമാക്കി. വതഅല്ലമ അശ്ശിഅറ, കവിത പഠിച്ചു അദ്ദേഹം. വൽ ഉലൂമൽ മുതനവ്വിയ, വിവിധ വിജ്ഞാനങ്ങളും അദ്ദേഹം കരസ്ഥമാക്കി. സുമ്മ റഹല ഇലൽ മദീന, പിന്നെ മദീനയിലേക്ക് പോയി. ത്വലബൻ ലിൽ ഇൽമി, ഇൽമ അന്വേഷിച്ചുകൊണ്ട് തന്നെ. വലക്കിയൽ ഇമാമ മാലിക, അവിടെ വെച്ച് ഇമാം മാലിക്കിനെ കണ്ടുമുട്ടി. അവിടെ മാലിക്കിന്റെ അടുക്കൽ നിന്നും പഠിച്ചു. മാലിക്കിന്റെ ശിഷ്യനാണ് ഇദ്ദേഹം. വസാഫറ ഇല ബഗ്ദാദ്, അവിടെ നിന്ന് നേരെ ബഗ്ദാദിലേക്ക് പോയി. മിറാറൻ, പലവട്ടം ബഗ്ദാദിലേക്ക് പോയി തിരിച്ച് മദീനയിലേക്ക് ഒന്ന് വീണ്ടും പോയി. അങ്ങനെ ലിത്തഅല്ലുമി വതദ്രീസി, പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി. സുമ്മ ഇല മിസ്ർ, പിന്നെ അവിടെ നിന്നും ഈജിപ്തിലേക്ക് പോയി. വ അഖാമ ബിഹി മുദരിസൻ, അവിടെ അധ്യാപകനായി ജോലി ചെയ്തു. ഫി ജാമിയിൽ ഫുസ്താത്ത് യൂണിവേഴ്സിറ്റിയിൽ. വഹുവ അഹദുൽ അയിമത്തി, അതേപോലെ ഇദ്ദേഹം യമനിൽ പോകുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വഹുവ അഹദുൽ അയിമത്തിൽ അർബഅത്തി, 4 ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാമാണ് അദ്ദേഹം. ഫിൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ. വവാളിഉ ഇൽമി ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഫിഖ് എന്നൊരു വിജ്ഞാന ശാഖ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹമാണ്. വലഹു ഖസായിദു കസീറത്തുൻ, അദ്ദേഹത്തിന് ഈ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് പുറമെ ഖസായിദു കസീറ, ധാരാളം കവിതകളുമുണ്ട്. തത്തനാവലും മൗദൂആത്തിൻ മുതനവ്വിയ, വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കവിതകൾ. മിൻഹ, അതിൽ ആ വിഷയങ്ങളിൽ എന്തൊക്കെയുണ്ട്? അൽ വസ്ഫു, വർണ്ണനയുണ്ട്. വൽ മദ്ഹു, സ്തുതിയുണ്ട്. വൽ ഹസ്സു അലൽ അഖ്ലാഖിൽ മഹമൂദ, സൽസ്വഭാവത്തിന് വേണ്ടിയുള്ള പ്രേരണയുണ്ട്. അങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. വമിൻ അഹമി മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളിൽപ്പെട്ടതാണ് കിതാബുൽ ഹുജ്ജത്ത്, അൽ ഹുജ്ജ എന്ന പുസ്തകം, വകിതാബുൽ ഉമ്മ്, വകിതാബുൽ റിസാല, വകിതാബുൽ മുസ്നദ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. വഇലാഫത്തൻ ഇല ദീവാനി ശിഅരി, എന്നതിനു പുറമെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന് പുറമെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വകാന ഇമാം ഷാഫിഈ മുസ്തഗലൻ ബിൽ ഇൽമി വത്തഅലീമി, ഷാഫി ഇമാം മുസ്തഗലൻ ബിൽ ഇൽമി വത്തഅലീം, അധ്യാപനം കൊണ്ടും പഠനം കൊണ്ടും വ്യാപൃതനായിരുന്നു. ഹത്താ നിഹായത്തി ഹയാത്തിഹി, തന്റെ ജീവിതാവസാനം വരെ അദ്ദേഹം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. 204 മരണപ്പെടുന്നത് വരെ. വദുഫിന മിസ്റിലാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടത്. എന്ന് വെച്ചാൽ 50 ജനിച്ചു, 204 മരിച്ചു. 54 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥശേഖരവും ഒക്കെ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത്. മുഖദ്ദിമത്തുൻ നസീഹ്, പാഠഭാഗത്തിന്റെ മുഖദ്ദിമ ഇതെന്താണ്? ഹാദിഹിൽ ഖസീദത്തു, ഈ കസീദ, ഈ കവിത, തതളമ്മനൽ ഹിക്മത വന്നസാഇഹ, തത്വവചനങ്ങളും ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്നു. ഫിൽ ഹയാത്തി, ജീവിതത്തിലെ. അശാഇറു, ഈ കവി ഷാഫി, യദ്ഉ അൽ ഇൻസാന, മനുഷ്യനെ ക്ഷണിക്കുന്നു. ഇല സഫരി വത്തിർഹാൽ, യാത്ര പോകാൻ. തലബൻ ലിൽ റിസ്ഖി വൽ ഇൽമി, ഉപജീവനം തേടിക്കൊണ്ടും ഇൽമ തേടിക്കൊണ്ടും യാത്ര പോകാൻ ഇമാം ഷാഫി കവി നമ്മളെ പ്രേരിപ്പിക്കുന്നു. വസഫറു യുവഫിറു ലിൽ ഇൻസാനി തജാറുബ ജദീദ, പുതിയ അനുഭവങ്ങൾ നൽകും യാത്ര മനുഷ്യന്. വയുസായിദുഹു അല ഫഹ്മിൽ ഹയാത്തി അക്സറ വവുസ്ഇൻ വഉംഖിൻ, ജീവിതത്തെ കൂടുതൽ അഗാധമായും വിശാലമായും മനസ്സിലാക്കാൻ യാത്ര കൊണ്ട് മനുഷ്യന് സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഈ കവിത. ഇനി ഇതിൽ എന്താണുള്ളത്? ഇവിടെ കുറെ QR കോഡ് ഉണ്ട്. ഇതൊക്കെ സ്കാൻ ചെയ്ത് നോക്കിയാൽ പലതും കാണാൻ കഴിയും. റംസുൽ ഇസ്തിജാബത്ത് സരിയ എന്നാണ് QR കോഡിന് പറയുക. ഓക്കെ.